$1. I know. $1 I know. അതെന്തിനാ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? $10 ആ വഴിയും കിട്ടും. $10. ഗൈസ്, ഞാനിപ്പോൾ ഇരിക്കുന്നത് തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ബോർഡറിലാണ്. ഇവിടെ ഞാൻ 3 ദിവസം ഇരിക്കേണ്ടി വരും. 3 ദിവസം. കാരണം ഈ ഏരിയയിൽ ഒരു ഹോട്ടലില്ല, ഹോസ്റ്റലില്ല, ഒന്നുമില്ല. എനിക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണും കേട്ടോ. ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ആ കാണുന്നതാണ് തജിക്കിസ്ഥാൻ ബോർഡർ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ആദ്യം മുതൽ കണ്ടിട്ട് വരൂ കേട്ടോ. ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിവിടെ ഉറക്കം എണീറ്റ് ഹോസ്റ്റലിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്നൊരു എന്താ പറയുക സന്തോഷമേറിയ ഒരു കാര്യമാണ്. കാരണം ഇന്ന് എനിക്ക് എൻ്റെ തജിക്കിസ്ഥാൻ വിസ അപ്രൂവ് ആയേക്കാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഉസ്ബെക്കിസ്ഥാനിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യും ഇനിയിപ്പോൾ വീണ്ടും ഒരു 10 ദിവസം വെയിറ്റ് ചെയ്യേണ്ടിയെന്ന് വിചാരിച്ചു. പക്ഷേ 2-3 ദിവസം കൊണ്ട് എൻ്റെ തജിക്കിസ്ഥാൻ വിസ അപ്രൂവ് ആയി. ഇപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് മെയിൽ വന്നു, മാഷാ അല്ലാഹ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. തഷ്കന്താണ്, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു, ഇന്നലത്തോടെ ഉള്ളായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ ബോർഡർ ബൈ ലാൻഡാണ് നമ്മൾ അപ്പുറത്തേക്ക് കടക്കാൻ പോകുന്നത്. സോ അതിനൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ അതൊന്ന് കാണുക കേട്ടോ. ഓൾറെഡി ടൈം ഫിനിഷ് ചെയ്ത 8 to 10 ആണ്. ഇത് ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ? 8 to 10 ആണ് ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം 10-15 ആയിട്ടുണ്ട്. പക്ഷേ അവർ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എടുത്തിട്ടില്ല. അതേ നോക്കിയൊരു ഹോസ്റ്റലിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും ഗൈസ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നല്ല പുഴുങ്ങിയ മുട്ട, അതേപോലെ ഇത് എന്തോ സ്വീറ്റാണ്, റൈസ് ഉണ്ട്, മറ്റെന്തോ ഒരു സാധനം റസ്ക് പോലത്തെ ഒരു സാധനം, നമ്മുടെ മുന്തിരിങ്ങ, മറ്റേ സാധനം ഉണക്ക മുന്തിരിങ്ങ ഉണ്ട്, കടല, ബിസ്ക്കറ്റ്, കുക്കീസ് ഐറ്റംസ്. ഇവിടെ നോക്കുവാണെങ്കിൽ എന്തോ നമ്മളെ ദോശ പോലത്തെ സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ദോശ എന്തോ സാധനമാണ്, പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി സാധനം കേട്ടോ. നമുക്ക് ഇതേപോലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ എവിടെയും കിട്ടിയിട്ടില്ല. ഇറ്റ്സ് എ നൈസ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രോ. ഹൗ മെനി ഐറ്റംസ്, സ്വീറ്റ്സ് ആൻഡ് എവറിത്തിങ്. അതേപോലെ പാലുണ്ട്, കോൺഫ്ലെക്സ് ഉണ്ട്, എന്തോരം സാധനങ്ങളാണ് ഒരു ഹോസ്റ്റലിൽ. ബ്രെഡുണ്ട്, മിൽക്ക് മെയ്ഡ്, വൈന്, ഇത്രയും സാധനം ഞാൻ ഒരു ഹോസ്റ്റലിൽ കണ്ടിട്ടില്ല കേട്ടോ. $10 വാങ്ങിച്ചാലും എന്താ കിട്ടിലായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഒരു അടിപൊളി ഹോസ്റ്റൽ കേട്ടോ, നമുക്ക് ബെസ്റ്റ്. നമ്മളത് എടുത്തത് ഈ സാധനം, ഇത് കൊള്ളാം കേട്ടോ. ഇത് സംഭവം മുട്ടയൊക്കെ വെച്ചുണ്ടാക്കിയേക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അവർ 2 പുഴുങ്ങിയ മുട്ട എടുത്ത് കുറച്ച് മിൽക്ക് മെയ്ഡാന്ന് തോന്നുന്നു എൻ്റെ മധുരമുള്ള 2 സ്വീറ്റ് ഐറ്റം. ഇത് ദോശ പോലത്തെ നല്ല കിടിലൻ സാധനം കേട്ടോ. ഇതും ഈ സ്വീറ്റുമായിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ട്. Some hotels also same like this in the buffet. ഇതൊരു ഹോസ്റ്റലായിട്ട് ശരിക്കും സമ്മതിക്കണം കേട്ടോ. ഇത്രയും സാധനങ്ങളെ അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താട്ടോ ചെയ്യുന്നത്. അടിപൊളി ഹോസ്റ്റലാണ്, റെക്കമെൻഡഡ് ആണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എനിക്കിപ്പോൾ ചെക്കൗട്ട് ചെയ്യണം ഇവിടുന്ന്. ഏകദേശം ഒരു 12 മണി വരെ സമയമുള്ളൂ. ഇപ്പോൾ 10:50 ആയിട്ടുണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ യാത്ര തുടങ്ങും. ഇപ്പോൾ ഇതുവരെ പ്ലാനൊന്നും ഇല്ല, ഞാൻ കുറച്ചൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ബോർഡർ ക്രോസിങ്. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് അറിയില്ല. ഒരു പക്ഷേ നാളെ മറ്റന്നാളത്തേക്ക് ആയിരിക്കും നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുന്നത്. അതുവരെ എന്തായാലും ഉസ്ബെക്കിസ്ഥാൻ്റെ പല ഭാഗങ്ങളിലായിട്ട് തന്നെ നമ്മളുണ്ടാവും. അപ്പോൾ ഞാൻ രാവിലെ പീയൂഷ് ഭായിക്ക് ചെറിയൊരു എന്താ പറയുക ഫേസ് അലർജി വന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ഫാർമസിയിലോട്ട് പോവുകയാണ് ഓയിൻമെൻറ്റ് മേടിക്കാനായിട്ട്. കാരണം ഇവിടെ അടുത്തൊരു ഫാർമസി ഉണ്ടെന്ന് കാണിച്ചു. അപ്പോൾ ഞാനും കൂടെ പോകാം കേട്ടോ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വന്ന് പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി റെഡിയായിട്ട് ഇറങ്ങാനായിട്ട്. ഗൈസ്, ഫൈനലി ഇതാ നമ്മൾ പോകാൻ പോവുകയാണ്. അതിന് മുന്നേ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഹോസ്റ്റലും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു. കാരണം ഞാൻ ഓൾറെഡി മറ്റുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു. അപ്പോൾ ഇതാണ് റൂം. ഇതേ കണ്ടില്ല, ഇതേപോലെ ബെഡുണ്ട്. ഇവിടെ സിംഗിൾ റൂം അവൈലബിൾ ആണ്. 1 2 3 4 5 6 7 ബെഡ് കേട്ടോ. ഈ ബെഡിലെ ഇന്നലെ ഞാൻ താമസിച്ച കേട്ടോ. പക്ഷേ അടിപൊളി കേട്ടോ, നല്ല സ്പേസും കാര്യങ്ങളും. ഇങ്ങനെ ബെഡ് അടുക്കിയിട്ടേതൊന്നും നോക്കണ്ട, എപ്പോഴും ഒന്നും ഫുൾ ആളൊന്നും കാണത്തില്ല. ഇപ്പം ഞാനും പീയൂഷ് ഭായി മാത്രമേ ഉള്ളൂ, കണ്ടില്ലേ. പുള്ളി എഡിറ്റിംഗ് വർക്ക്സ് ഒക്കെ ആയിട്ടിരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ മുഖത്തെ മറ്റേ ആ ഒരു വിഷയം വന്നിട്ട് ക്രീമൊക്കെ ഇട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തജിക്കിസ്ഥാനിലേക്ക് പോവുകയാണ്. നമ്മൾ ആ ഒരു റൂട്ട് പിടിച്ച് പോയിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് ഉസ്ബെക്കിസ്ഥാൻ ബോർഡറിൽ എവിടെയും തന്നെ സ്റ്റേ ചെയ്തിട്ട് അടുത്ത വരും എപ്പിസോഡിലായിരിക്കും നമ്മൾ തജിക്കിസ്ഥാൻ എൻട്രിങ് എപ്പിസോഡ് വരുന്നത് കേട്ടോ. എന്താ പറയുക, ഇതിൻ്റെ പേര് ആർട്ട് ഹോസ്റ്റൽ എന്നാണ്, ആർട്ട് ഹോസ്റ്റൽ. സോ ഫുൾ ഇവിടെ ആർട്ട് വർക്കാണ് കേട്ടോ. താഴെയും മുകളിലും ഒക്കെ ആർട്ട് വർക്കാണ്. കിച്ചണിലും അതേപോലെ ഡൈനിങ് ഏരിയയിലും ഒക്കെ ആർട്ട് വർക്കാണ്. സംഭവം എന്തെങ്കിലും നൈസാണ് കേട്ടോ. അടിപൊളി ഒരു ഹോസ്റ്റലാണ്. അപ്പോൾ നമ്മളിത് ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാഗ് പാക്ക് ചെയ്യുന്നത്, പാൻറ്റൊക്കെ എടുത്ത് വെക്കാൻ പോകണം. ഇവിടെയൊക്കെ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാം എടുത്തിട്ട് നമ്മൾ പോകാൻ കേട്ടോ. നമ്മളിത് പീയൂഷ് ഭായിയോട് വിട പറഞ്ഞ് പോകാൻ പോവാണ്. ഓക്കെ, ബൈ. ഇൻഷാല്ലാ വിൽ മീറ്റ് ഇൻ അതർ കൺട്രി. ഓക്കെ, ഇൻഷാല്ലാ. I will in Kazakhstan.
Kazakhstan? If I got visa, then I will come back to Tajikistan. Tajikistan, okay. Keep in touch with me, okay? I will keep in touch with you. Sure. Thank you so much. Nice. If anyone wants to watch our subscriber, follower, then here are coming my Insta, nomad _Piyush 786. Go and check out my channel. ഓക്കെ നിങ്ങളെല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യുക. പുള്ളിയെ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ഒക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. പുള്ളി അത്യാവശ്യം നല്ല വ്ളോഗറൊക്കെയാണ് കേട്ടോ. പുള്ളി അത്യാവശ്യം നമ്മളെ റീച്ചൊക്കെ ഉള്ള വ്ളോഗറാണ്. ഓക്കെ ബ്രോ, ദെൻ ഐ ആം ലീവിംഗ്. ബൈ. ഓക്കെ ബൈ, നൈസ് ടു മീറ്റ് യു ഗൈസ്. നമ്മളപ്പോൾ ഇന്ന് പോവാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മോ എന്തൊരു വെയിറ്റ്, ബാഗിൻ്റെയൊക്കെ വെയിറ്റാണ്. വെയിറ്റ് ഓക്കെ. ഐ ഫോർഗോട്ട് എനിത്തിങ്. ഓൾ ഗുഡ്. തലങ്ങളിലേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ നമ്മൾ ഇന്നലെ കിടന്ന ബെഡാണ് കേട്ടോ. 5,881 rupees in Agoda. In Arganj? Yeah. Arganj. You check, filter it and check it hostel only. Hostel and guest house only. Then you got something. Okay? Okay bro, bye. We'll message you, okay? Yeah, sure. Bye. Hi. I'm going, bye. Thank you so much. This is the registration, huh? Yeah. Thank you, bye. ഗൈസ്, ഈ സാധനം കണ്ടോ, ഇതാണ് രജിസ്ട്രേഷൻ കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, എനിക്ക് ഒരു ഹോസ്റ്റലിൽ തന്നെ എനിക്ക് റൂം വന്നില്ല. അമ്മമാർ പറഞ്ഞു റൂം തന്നിട്ട് കുറേ നേരം പോസ്റ്റാക്കിയിട്ട് പറഞ്ഞു ഈ സാധനം മുമ്പ് താമസിച്ച എവിടേക്കാണെന്നുള്ള ഈ സാധനം വേണം, ഇല്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റായിട്ടും നിങ്ങൾ എന്താ പറയുക വാങ്ങിക്കണം. ഏത് ഹോസ്റ്റലിൽ താമസിച്ചാലും നിങ്ങൾ ട്രാവലർ ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എവിടെയും റൂം തരത്തില്ല കേട്ടോ. പിന്നെ ഫാമിലിക്കാണെങ്കിൽ പ്രശ്നമില്ല. ഹായ് ബ്രോ, ഹായ് ഗൈസ്. ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഹോസ്റ്റലിൻ്റെ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ആർട്ട് ഹോസ്റ്റൽ, നൈസ് ഒരു ഹോസ്റ്റലാണ് ഗൈസ്, അടിപൊളി ഹോസ്റ്റലാണ്. നിങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് വന്ന് താമസിക്കാം. നോർമൽ ഹോസ്റ്റലിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ്. ഒരു 800 Indian rupees ഒക്കെ വരും കേട്ടോ ഒരു ദിവസത്തേക്ക്. സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂളൊന്നും അത്ര ക്ലീൻ അല്ലാന്ന് തോന്നുന്നു, അറിയാൻ വയ്യ. പക്ഷേ നമ്മൾ ഇറങ്ങി എടുത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇവിടെ കുറച്ച് ആൾക്കാർ ഇതാ രാവിലെ തന്നെ വെയിറ്റ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ബൈ ബ്രോ, ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഇറങ്ങിയ സ്ഥലമില്ലേ സമർക്കന്ത്, അവിടെ അതിനടുത്ത് പഞ്ചഗന്ധ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പഞ്ചഗന്ധാണ് ഈ തജിക്കിസ്ഥാനുമായിട്ട് ബോർഡർ പങ്കിടുന്നത്. ഉസ്ബെക്കിസ്ഥാനും തജിക്കിസ്ഥാനും ബോർഡർ. അത് ഒരു ബോർഡർ കേട്ടോ, ഒരുപാട് ബോർഡർ ഉണ്ട് തജിക്കിസ്ഥാനുമായിട്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി എളുപ്പം സമർക്കന്ത് പോയിട്ട് ബോർഡർ ആണ് കുറച്ചും കൂടി എളുപ്പം. സോ അതുകൊണ്ട് നമ്മൾ സമർക്കന്തിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് സമർക്കന്തിൽ പോകണം. സമർക്കന്തിൽ പോയിട്ട് വേണം അവിടുന്ന് പഞ്ചഗന്ധിലേക്ക് പോകാൻ. അപ്പോൾ ഞാൻ ട്രെയിൻ അവൈലബിൾ ആണ്, അതുപോലെ ബസ് അവൈലബിൾ ആണ്. പക്ഷേ ബസ് കുറച്ചുകൂടി ചീപ്പാണ്, ട്രെയിൻ കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെ ലാസ്റ്റ് കുറേ ദിവസമായിട്ട് നമ്മൾ ട്രെയിൻ യാത്രകൾ തന്നെ കാണിക്കുന്ന ഒരു ലോങ് ബസ് യാത്ര നമ്മൾ ഇതുവരെ കാണിച്ചില്ല. ഏകദേശം 6 hours ആണ് തഷ്കന്ത് ടു പഞ്ചഗന്ധ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബസ് സ്റ്റേഷനിലോട്ട് യാൻഡെക്സ് ടാക്സി ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടുന്ന് 6000 സോമേ ഉള്ളൂ യാൻഡെക്സ് ടാക്സിക്ക്. ആളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ കണ്ടില്ല. ഷെവർലെറ്റിൻ്റെ ഒരു വണ്ടി കേട്ടോ, മാറ്റിക്. ഫസ്റ്റ് ലഗേജ് ബാക്കി വയ്ക്കാം. ഹായ് അല്ലാ, അസ്സലാമു അലൈക്കും. തഷ്കന്ത് ബസ് സ്റ്റേഷൻ. സമർക്കന്ത് автовокзал Samarkand. Okay, autobus Samarkand. Yes, autobus, correct. ഗൈസ്, അപ്പോൾ നമ്മൾ പുള്ളിയെടുത്ത് ചോദിച്ചു. കാരണം ഇവിടെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ തഷ്കന്ത് ബസ് സ്റ്റേഷൻ ഒരുപാട് ബസ് സ്റ്റേഷൻ കാണിക്കുന്നു കേട്ടോ. അപ്പോൾ അത് ഏത് ബസ് സ്റ്റേഷനാണെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഔത്തോബസ് സമർക്കന്ത് എന്ന് പറയുമ്പോൾ സമർക്കന്തിലേക്കുള്ള ബസ് സ്റ്റോപ്പ് എന്നാണ് അർത്ഥം. സോ ഈസി. ഐ എം ഡൂയിങ് യൂട്യൂബ് വീഡിയോ, യൂട്യൂബ് വ്ളോഗിങ്. യു നോ യൂട്യൂബ്? YouTube. യൂട്യൂബ്. ആദ്യം മനസ്സിലായില്ല കേട്ടോ പുള്ളിക്ക്. ഗൈസ്, മൊത്തത്തിൽ പണി കിട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഇപ്പോൾ പറയാം എന്താ സംഭവം എന്നുള്ളത്. ചെക്ക് ഇറ്റ് വിച്ച് വൺ. കുയിലുക് ബസാർ. നമുക്ക് നമ്മുടെ പ്ലാൻ കുയിലുക് ബസാർ. ഓക്കെ. എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം സംഭവം. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, നമ്മൾ മണ്ടത്തരം കാണിക്കാൻ പോയി. സമർക്കന്ത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം 350 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ആ ബോർഡറല്ല, ഇവിടെ ഈ തഷ്കന്തിനടുത്തായിട്ട് തന്നെ ഒരു ബോർഡർ ക്രോസിംഗ് ഉണ്ട് തജിക്കിസ്ഥാനിലോട്ട് കയറാനായിട്ട്. അത് ആ സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം, എന്താ സംഭവം എന്നുള്ളത്, എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. ഞാനിപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 90 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ നമുക്ക് അതല്ലേ എളുപ്പം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ തജിക്കിസ്ഥാനിൽ എൻ്റർ ചെയ്യാം. ഓൾറെഡി എൻ്റെ വിസ അപ്രൂവ് ആയിട്ടുണ്ട്.
ഇപ്പം ഞാൻ മണ്ടത്തം കാണിച്ചപ്പോൾ സമർക്കന്ത് പോയെങ്കിൽ അവിടെ എക്സ്ട്രാ ചിലവ് എത്തോരം പൈസ ചിലവായതിന് ഇതാകുമ്പോൾ ഒറ്റ ഇതിൽ പോകാൻ ബസ്സും കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ ബസ് സ്റ്റോപ്പ് ഇവിടെ ഉണ്ട്, എന്ന സ്ഥലം ഓരോ സ്ഥലങ്ങളുടെ പേരൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അതുകൊണ്ട് നമ്മളത് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ റൂട്ട് ചേഞ്ച് ചെയ്തിട്ട് തഷ്കന്ത് ഓട്ടോ വോക്സാൽ എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്, വോക്സാൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കേട്ടോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്, ബസ് സ്റ്റേഷൻ. നമുക്ക് അവിടെ നിന്ന് വേണം നമുക്ക് തജിക്കിസ്ഥാൻ ബോർഡറിലേക്ക് പോകുന്ന വഴിയിൽ എത്തേണ്ടത്. ഒരു 90 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ 500 കിലോമീറ്റർ ട്രാവൽ ചെയ്തേനെ കൈസ്. ഞാൻ അറിയുന്നില്ലല്ലോ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെയല്ലേ മനസ്സിലാക്കുന്ന ട്രാവലിങ്ങിലൂടെ ശരിക്കും അല്ലേ. നിങ്ങൾക്ക് ഇതൊക്കെ ഈ ഒരു പക്ക എക്സ്പീരിയൻസ് ആണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്, മനസ്സിലായത്. നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളും കറക്റ്റ് ആ ഒരു സിറ്റുവേഷനും റൂട്ടുകൾ മാറി വരുന്നതും മാറുന്നതും ഒക്കെ നമുക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു ഐഡിയയും കിട്ടും, മനസ്സിലായില്ലേ. അതുകൊണ്ടാണ്. സോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. പുള്ളിക്കാരനാണെങ്കിൽ ഒന്നും പറയണ്ട, എൻ്റെ പൊന്നേ കോമഡി. പുള്ളി പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്നത് പുള്ളിക്കും മനസ്സിലാവുന്നില്ല. ഗൈസ്, അടുത്ത ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് ഒരു ട്വിസ്റ്റാണ് നമ്മുടെ യാത്രയിൽ. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ, നമ്മൾ ഏറ്റവും പൊട്ടും തിരിയാതെ ഒരു വക അറിയാതെ ഇറങ്ങി തിരിച്ചല്ലേ. അപ്പോൾ അടുത്ത ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വരുന്ന അടുത്ത ട്വിസ്റ്റ് പറഞ്ഞനക്ക് എന്തോ വരുന്ന ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി വിസ പെർമിറ്റ് കിട്ടി തജിക്കിസ്ഥാനിലേക്ക്. പക്ഷേ അതിൽ എൻട്രി ഡേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 17-ാം തീയതിയാണ് കേട്ടോ. 17-ാം തീയതി എനിക്ക് എൻട്രി ആവാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എൻ്റെ വിസ കാണാം, കണ്ടില്ല. ഇതാണ് എൻ്റെ അപ്രൂവൽ വിസ എന്നുള്ളത്. 17-ാം തീയതിയാണ് എനിക്ക് എൻട്രി അവർ തന്നിട്ടുള്ളത്. ഞാൻ കൊടുത്തതാണ് ആപ്ലിക്കേഷൻ ഇടുന്ന സമയത്ത്. സോ അതുവരെ എനിക്ക് കയറാൻ പറ്റില്ല. ഇന്ന് തീയതി 14 ജനുവരി 14. അപ്പം ഞാൻ എന്തായാലും വിചാരിക്കുന്ന ആ ഒരു ബോർഡറിലേക്കുള്ള റൂട്ടിൽ തന്നെ നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഗൂഗിളിലൊക്കെ തപ്പി ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് എത്തിയത്. തഷ്കന്ത് റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ അടുത്ത് ഇവിടെ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് പോകേണ്ട എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ബെക്കോബോധ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്ന ബസ് കയറുക. ബെക്കോബോധിൽ കയറിയിട്ട് 5500 സോമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ അത് ടാക്സിയിലാണെങ്കിൽ 3 ലക്ഷം സോമാണ് പൈസ വരുന്നത്. എന്നിട്ട് നമ്മൾ ഒയ്ബേക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഒയ്ബേക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങണം. അക്ക ചനാക്ക് ഒയ്ബേക്ക്. അവിടെ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു 2 മണിക്കൂർ ഉണ്ടെന്നാണ് പറയുന്നത് ബോർഡർ ക്രോസിങ്ങിനായിട്ട്. അപ്പോൾ നമ്മൾ എവിടം വരെ പോകാൻ പറ്റുമെന്ന് നോക്കാം. കാരണം അവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എവിടം വരെ ഏതാണ് ഒരു സിറ്റിയിൽ ഇറങ്ങാൻ പറ്റുക വെച്ചാൽ പോകുന്ന വഴി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഒരു 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. എന്നിട്ട് 17-ാം തീയതി നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യാന്നുള്ള പ്ലാനാണ്. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ടൊന്നും അറിയില്ല. ഗൂഗിളിൻ്റെ സഹായത്തോടാണ് ഞാനിതിപ്പോൾ ഇത് ഇത്രയും പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇതാണ് ബസ്, ഇവിടുന്ന് ബസ് കിട്ടും ബെക്കോബോധിലോട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ബെക്കോബോധിലോട്ട് ബസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കാം. നിങ്ങൾ എപ്പോഴും വിസയുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താലോ അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലോ മതി. ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഞാൻ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. നമുക്കിവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഞാൻ ഒരാളടുത്ത് ഓൾറെഡി ചോദിച്ചു, എന്നാൽ ഒരാളടുത്തോടെ ഒന്ന് ചോദിച്ചു നോക്കാം. ശരി, ബെക്കോബോധ് ഔട്ടോബസ് ബെക്കോബോധ് ഔട്ടോബസ് ബെക്കോബോധ് can you check Bekobod this right? Yes. Bekobod? Yes, Bekobod. What the time it was showing? 8 to 9 And 5 to 6 5 to 6 ആണ് ഗൈസ് കാണിക്കുന്നത്. ബെക്കോബോധ് ബസ് സ്റ്റേഷൻ. Bekobod? Bekobod net. Taxi? No taxi. Aptos net. No. Bus. Yok böyle. ബെക്കോബോധ് ബസ്സുണ്ട്, ടാക്സിയിൽ പോകുന്നത്. ഇത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ്, നമ്പറാണ് മരാത. അത് നോക്കണം. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ ഓരോ ടൈമിങ്. 5:30, 8 to 9. ഇത് ഈവനിങ് ആണെന്ന് തോന്നുന്നു. Aybek? What Aybek? Granesi Aybek borç gereği mi? Ha? Aybek'e borç gereği mi? No, Bekobod. Oybek. Oybek, Akaçanak. Oybek, correct. Sorry, Oybek ആണ്. Erke moşa yok, taksi burası. Taxi expense. പൈസ കൂടുതൽ താങ്ങൂല. Ne kişi? 5500 som. Bir kişi mi, 2 kişi mi, 3 kişi mi? Ek kişi. One. How much? 200 meysun. Odam başı. 200k. 2 lakh. എത്ര സോമാന്ന് നോക്കട്ടെ കേട്ടോ. Tajikistan border that way. Tajikistan border. 100 samoni, 200 samoni, Tajikistan. ബോർഡർ ഓക്കെ. താജിക്കിസ്ഥാൻ ബോർഡർ അത് തന്നെ. അപ്പോൾ നമ്മൾ കറക്റ്റ് ആണ് കേട്ടോ. എന്തായാലും നമ്മൾ ടാക്സിയിലൊന്നും പോകത്തില്ല, അത് വേറെ കാര്യം. Ne? Uzbek birliği. 5 ലക്ഷം കൈസ്. 5 ലക്ഷം. ലക്ഷത്തിനൊന്നും വിലല്ല. Şerik gerek, şerik. ഷെയറിങ്. Şerik bulsa her zaman böyle adam. ഷെയറിങ് ഓക്കെ. Yandex. Yandex. I check Yandex. But no problem. Bus. Taksi Aptos net. Autobus 6 o'clock. It's
പെട്ട് കേട്ടോ, അളിയൻ പെട്ട്. യാൻഡെക്സി നോക്കിയതാ, അത് നല്ല റേറ്റ് കുറവ് കേട്ടോ, 2 ലക്ഷം രൂപയുള്ളൂ. ടാക്സിക്കാർ ഇങ്ങനെ പലതും പറയും കേട്ടോ, ബസ്സില്ല അതില്ല, കാരണം അവർക്ക് ടാക്സിയിൽ കയറാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ബസ്സുണ്ട് കേട്ടോ, ബസ് എല്ലായിടത്തോട്ടും ഒരുവിധമൊക്കെ ഉണ്ട്, ചില സ്ഥലങ്ങളിലേ ഉള്ളൂ ഇല്ലാത്തത്. അപ്പോൾ ഇതൊന്നും ഇവിടെ നിന്നൊന്നും ഇത്രയും ദൂരം ഒരിക്കലും ടാക്സി എടുക്കേണ്ട ഒരു കാര്യമില്ല. ടാക്സി I don't want taxi. Because the timing is there. Can you tell me what is the timing of the bus? Autobus, bus not. Bus not? Yes. Go to taxi ili Train? taxi so bla bla bla. അല്ല യുവൊന്നും അറിഞ്ഞോളൊന്നും ഇംഗ്ലീഷ് അത്ര പോരാട്ടോ, മനസ്സിലാവുന്നില്ല. No, I did not get you. Hello bro. How are you? Yeah, fine. How are you? Good, bro. You speak English? No. No? No. Okay. Bekobod autobus. India, India. Sri Lanka. India. Yeah. കുറച്ച് ആൾക്കാരെ ഓടി കേട്ടോ. നമ്മളിത് ഈ ഒരു കടയിലോട്ട് നടന്നു വന്നേ കേട്ടോ. ഇപ്പോൾ ഇവിടെ കടയിൽ ചോദിക്കാമല്ലോ എന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാം ടാക്സിക്കാരാ, ഇവിടെ ചോദിച്ചിട്ട് കാര്യമില്ലേ. Kanal. YouTube kanal. YouTube kanal? യൂട്യൂബ് ചാനൽ. Nee nada de YouTube kanal. ഓക്കെ ബൈ. Okay, bro. റഹ്മത്ത് ബൈ. അപ്പോൾ നമുക്കത് ഈ കടയിലൊന്ന് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് ചോദിച്ചു നോക്കാം കേട്ടോ. വാവ്, ഇവിടെ വിഭവസമൃദ്ധമായ ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ളൊരു പെട്ടിക്കട കേട്ടോ. ഹലോ ഇതൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇവിടെ സാൻഡ്വിച്ച്, എൻ്റെ പൊന്നോ, ഇതിൻ്റെ സൈസ് നോക്കിയതേ. ഓ, ഇതൊരെണ്ണം കഴിച്ചാൽ മതിയല്ല. എന്താ സൈസ്. ബർഗറും ഒക്കെ നല്ല വലിയ ബർഗർ, വലിയ ഹോട്ട് ഡോഗ്, സാൻഡ്വിച്ച്, എന്തൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നു, അടിപൊളി, കൊള്ളാം. Bekobod autobus. Kuyluk. ഓക്കെ. കുയിലൂക്ക് ബസാർ എന്ന് പറഞ്ഞൊരു ബസാറുണ്ട്. അവിടെയാണ് ഈ സ്ഥലത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ് കേട്ടോ, അങ്ങനെയാണ് പറയുന്നത്. കുയിലൂക്ക് ബസാർ, ഹിയർ ടു കുയിലൂക്ക് ബസാർ. Autobus. Autobus where? കുയിലൂക്ക് ബസാർ autobus. Autobus, marshrutka, taxi. മഷൂർക്ക. ഓക്കെ autobus. ഗൈസ്, അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ കിട്ടി. ഇവിടെ വേറെ ബസ് സ്റ്റേഷൻ ഉണ്ട്, അപ്പോൾ ടാക്സി എടുക്കണ്ട. ഈ ബസ്സിൽ കയറി നമുക്ക് കുയിലൂക്ക് ബസാർ പോവാം. കുയിലൂക്ക് ബസാർ പോയിട്ട് പിന്നെ അടുത്ത നോക്കാം നമുക്ക് കേട്ടോ. ഹായ്. ഓ, ക്യാൻ യു ഗിവ് മീ സൂ ഒരു സൂ വാങ്ങിച്ചങ്ങ് പോയതാ, വെള്ളവും വാങ്ങിച്ച്. ഗൈസ്, നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ബസ് കിട്ടും കേട്ടോ ഈ തജിക്കിസ്ഥാനിലോട്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് ബസ്സും ഉണ്ട്, അതേപോലെ ഡയറക്റ്റ് ട്രെയിനും ഉണ്ട് തജിക്കിസ്ഥാനിലോട്ട്. പക്ഷേ നമ്മൾ ഓൾറെഡി ഇന്ന് 14th ഡേറ്റ്, നമുക്ക് 17th തജിക്കിസ്ഥാനിൽ എൻട്രൻസ് ഉള്ളൂ എന്നാണ് ആ പെർമിറ്റിൽ കാണിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇവിടുന്ന് ഓൺ ദ വേയിൽ പോകുന്നു. അതുകൊണ്ട് എനിക്ക് ബൈ വോക്ക് ആ ബോർഡർ ക്രോസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ നമ്മൾ ബസ് എടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ ബസ്സിനകത്ത് തന്നെ ഇരുന്ന് നമ്മളെ പാസ്പോർട്ട് കൊടുത്ത് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ടിക്കറ്റല്ല സീലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ബസ്സിൽ തന്നെ അങ്ങ് പോവുകയല്ലേ. എനിക്ക് ബൈ വോക്ക്, എനിക്ക് വോക്ക് ചെയ്ത് എനിക്ക് തജിക്കിസ്ഥാൻ ബോർഡിൽ ഇറങ്ങണം. അതും കൂടി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിന് ട്രെയിനുണ്ട് തജിക്കിസ്ഥാനിലോട്ട്, അതേപോലെ ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ തഷ്കന്തിൽ നിന്ന്. അങ്ങനെ പോകാം കേട്ടോ, നിങ്ങൾക്ക് വിസയൊക്കെ റെഡി ആണെങ്കിൽ കേട്ടോ. കുയിലൂക്ക് ബസാർ. ഇവിടെ ആർക്കും അറിയത്തില്ല, അപ്പോൾ ഈ നാട്ടുകാരല്ലേ വരുന്നു. യുനോ ബ്രോ, കുയിലൂക്ക് ബസാർ autobus. No metro? No metro. Прямо tutaj. Okay, this way. Okay. Hi. Thank you. റഹ്മത്ത്. എന്താണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഒരു ബലം പിടുത്തം, അറിയാൻ വയ്യല്ലോ. കുയിലൂക്ക് ബസാർ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ പിരികാനൊക്കുന്നേ ഉള്ളൂ കേട്ടോ. എന്താ സംഭവം എന്നറിയാൻ വയ്യ. അപ്പോൾ ഇത് മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. ഇത് മെട്രോയിലോട്ട് പോണ വഴിയാണ്. അപ്പോൾ മെട്രോ ഇല്ലെന്ന് തോന്നുന്നു, അയാൾ പറഞ്ഞു മെട്രോ ഇല്ല. ഈ വഴി, ഈ റോഡ് ഉണ്ടോ, ഈ റോഡ് വഴി നടന്നു പോകാനാണ് പറഞ്ഞത് കേട്ടോ. ഇതൊരു ബസാർ പോലെ തന്നെ എനിക്കൊന്ന് ഇവിടെ തന്നെ തോന്നുന്നു കേട്ടോ. ബസാർ ഇവിടെ അടുത്തങ്ങാണ്ടാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ബർഗർ ഷോപ്പ്, സംസ, ബർഗർ, പിന്നെ കുറേ ടാക്സിക്കാരും, അത്യാവശ്യം നല്ല ബഹളമൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. താങ്ക് യു. ബൈ ഗൈസ്. അപ്പോൾ നമ്മളെ കുറച്ച് സ്റ്റുഡൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്തു. കുയിലൂക്ക് ബസാർ നമുക്ക് മെട്രോയിൽ പോകാൻ കേട്ടോ. അപ്പോൾ പിന്നെ ഈ ബസ്സിൽ കയറി ഇറങ്ങി പോകണ്ടല്ലോ, നമുക്ക് മെട്രോ അല്ലേ ബെസ്റ്റ്. സോ നമ്മൾ മെട്രോയിലോട്ട് പോവാണ്, കുയിലൂക്ക് ബസാറിലോട്ട് പോകാനായിട്ട്. കുയിലൂക്ക് ബസാർ ദിസ് ടൈം ഐ വാണ്ട് ടു ഗോ ടു കുയിലൂക്ക് ബസാർ. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ദിസ് അല്ലാഹ്, നമുക്കിപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ ഗൈസ്. ഇവർക്ക് മനസ്സിലാവത്തില്ലല്ലോ ഒന്നും. മെട്രോ ഒന്നും ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മെട്രോയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അങ്ങോട്ട് നേരെ കുയിലൂക്ക് ബസാറിലേക്ക് പോകാം കേട്ടോ. എടുത്തു പറയേണ്ട കാര്യം എന്താണെന്നറിയാമോ ഗൈസ്,
ഞാൻ 3 മെട്രോ ട്രെയിൻ കയറിയിട്ടാണ് ഇവിടെ വന്നത്, ഈ കൊയിലൂക്ക് ബസാറിൽ കേട്ടോ. ഇതൊരു സൂപ്പർ ബസാറല്ലേ, ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ കണ്ടില്ലേ, കുറേ സ്ട്രീറ്റാണ്, നല്ല പൈസ കുറച്ചത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ നമ്മൾ കഴിച്ച ചെബൂറൊക്കെ ഇവിടെ 5000 രൂപയുള്ളൂ കേട്ടോ. നാട്ടിൽ 30 രൂപ എത്ര, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്, സൊംസയും ചെബൂറൊക്കെ ഒക്കെ ഉണ്ട്. ഈ ബ്രോ ആണ്. ഞാൻ ഈ ബ്രോയുടെ അടുത്ത് വന്നിട്ട് ഇവിടെ ലഗേജ് വെച്ചിട്ട് തൽക്കാലം ഒരു ചെബൂറൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ അടുത്താണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ എന്നെ ഞെട്ടിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 മെട്രോ ട്രെയിൻ കയറി വന്നിട്ട് 2000 രൂപയുള്ളൂ ഗൈസ്. മെട്രോ ആക്സസ് 2000 രൂപയ്ക്ക് ഈ ഉസ്ബെക്കിസ്ഥാനിൽ തഷ്കന്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം 2000 രൂപയ്ക്ക്. 2000 രൂപയെന്ന് പറയുമ്പോൾ എത്ര രൂപ ഗൈസ്? വെറും 10 ആയതേ ഉള്ളൂ ഇന്ത്യൻ മണി. 10 രൂപയ്ക്ക് നമുക്ക് ഇത്രയും പോകാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആക്സസ്സാണ്. വേൾഡ് ചീപ്പസ്റ്റ് കൺട്രി എന്ന് പറയാൻ പറ്റത്തില്ല, വേൾഡ് ചീപ്പസ്റ്റ് മെട്രോ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഉസ്ബെക്കിസ്ഥാൻ, അല്ലെങ്കിൽ ഈ തഷ്കന്ത് ഏരിയനെ. കാരണം അത്രയും ചീപ്പസ്റ്റാണ് ഇവിടുത്തെ മെട്രോ. 2000 രൂപയ്ക്ക് ഇത്ര ആക്സസ്, എൻ്റെ പൊന്നോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം 3 ട്രെയിൻ മാറി കയറി, ഓരോ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ എത്തിയത്. ഒരു രക്ഷയില്ല കേട്ടോ. അത് മെട്രോയിലൊക്കെ എന്ത് ഊക്കം തിരക്കാണ്, ഒരു രക്ഷയില്ല കേട്ടോ. മൂട്ടം തിരക്ക് തന്നെ ഗൈസ്. ബ്രോ one ചെബൂറക്ക് ഹിയർ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ചെബൂറക്ക് അടിപൊളിയാണ്, എൻ്റെ പേഴ്സണൽ ചോയ്സ് കൂടിയാണ്. ഞാനിവിടെ വന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഹലോ, അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ 5000 രൂപയ്ക്ക് എന്തായാലും സെറ്റാണ് കേട്ടോ. ഇതാണ് ചെബൂറക്ക്. എൻ്റെ പൊന്നോ, നമ്മുടെ ബാഗ് ഇവിടെ വെച്ചു. അടിപൊളി. ഓക്കെ, അതാണ്ട് ഇത് ചായ, കട്ടൻ ചായ. ഞാൻ പറഞ്ഞില്ല, എവിടെ പോയാലും കട്ടൻ ചായ കിട്ടും, ഫ്രീ ആണ്. നമുക്കിതിൽ ഒഴിച്ച് മധുരമൊന്നും കാണത്തില്ല, കുടിക്കാം. അതേ വലിയ ചെബൂറൊക്കെ കഴിച്ചതാ. 5000 രൂപയ്ക്ക് ഇത്രയും വലിയ ചെബൂറൊക്കെ അടിപൊളി കേട്ടോ. സൂപ്പർ സാധനം. ചിക്കനാണെന്നാണ് പറഞ്ഞത്. ബൊർമി ഇത് ബൊർമിയൊന്നും ഇല്ലല്ലോ. ഇതിനകത്ത് മൊത്തം ഉള്ളിയും തക്കാളിയാണ് കേട്ടോ കിട്ടുന്ന. ബൊർമി എന്ന് പറഞ്ഞാൽ ചിക്കനാട്ടോ, ചിക്കനൊന്നും ഇല്ല ഇതില്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഉള്ളിയും തക്കാളിയാണേലും സംഭവം കൊള്ളാം. അപ്പം നമുക്ക് ഇത് കഴിച്ചിട്ട് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോവാം. അതിൻ്റെ ഇതാ ഇറങ്ങി ഇവിടെ മൊത്തം കണ്ടിട്ട് ഇതേപോലുള്ള ചെറിയ ചെറിയ കടകളാട്ടോ. നല്ല റേറ്റും കുറവാണ്, നല്ല പൈസ കുറവ് കേട്ടോ. കാരണം 5000 ഒക്കെ ആകുന്നുള്ളൂ ഇവിടെ. മിക്കടുത്ത് ആ സാധനത്തിന് 7000 8000 ഒക്കെ വാങ്ങിക്കുന്നത് ഇവിടുത്തെ സോമ് കേട്ടോ. അപ്പോൾ നമ്മളിതേ പോവുകയാണ്. അപ്പോൾ അവിടെയാണ് ബസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് ഇപ്പോഴെങ്കിലും എത്തിയാലേ നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പ് അവിടെ എത്താൻ പറ്റൂ. കാരണം ഹോസ്റ്റല് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അവിടെ ഹോസ്റ്റലുണ്ടോ എന്ന് ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ട് ഒരു ഹോസ്റ്റലും കാണിക്കുന്നില്ല. എന്താവുമെന്ന് അറിയില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ സ്വെറ്ററോ ജാക്കറ്റൊന്നും ഇല്ല. ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ തരണം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ നല്ല ചൂടാണ് ഇന്ന് കേട്ടോ. തഷ്കന്തിൽ നല്ല ചൂടാണ്. ഇത്രയും ചൂട് ആദ്യമായിട്ടാണ് ഇവിടെ ഉസ്ബെക്കിസ്ഥാനി വന്നിട്ട് കിട്ടുന്നത് ഇന്ന്. അപ്പോൾ നമ്മളിത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് നോക്കട്ടെ. Bikobod. Türk müsünüz? Özbek misiniz? Nasılsınız? Bikobod. Siz nasılsınız? Tacik misiniz? Tacik misiniz? На русский разговариваешь? Бегабат yani. Bikobod. Как поднимешься? Налево. Okay. Ага. Налево. Okay. Thank you. Rahmat. Давай, салам. തജിക്കിസ്ഥാൻ. കാരണം ബിക്കോബോധ് എന്ന് പറയുമ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന്. അപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. തജിക്കിസ്ഥാൻ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതേ പോവാണ്. ഇവിടെ വെട്ടം കുറവാണ് കേട്ടോ. ഇതൊരു അണ്ടർഗ്രൗണ്ടിലൂടെയുള്ളൊരു ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ്. അപ്പോൾ നല്ല തണുപ്പ് ഇതിനകത്ത് കേട്ടോ. പുറത്ത് നല്ല ചൂടും ഇതിനകത്ത് നല്ല തണുപ്പും. മന്ദാരിൻ ഓറഞ്ചാണ് കേട്ടോ, ചെറിയ ഓറഞ്ച്. ഇവർ ഇവിടുന്ന് തന്നെ അവരെ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും തോന്നുന്നു കേട്ടോ. നല്ല ഓറഞ്ച്. ഇതിനകത്ത് എന്താ തണുപ്പ് കഴിച്ച്, അടിപൊളി തണുപ്പ് കേട്ടോ. വേണ്ട എന്താ സംഭവം എന്നറിയാൻ വയ്യത്. എന്തോ സ്വീറ്റോ മിഠായിയോ കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് കച്ചവടക്കാർ കേട്ടോ ഇതിൻ്റെ അടിയിൽ. നോ ടാക്സി ബ്രോ. ഇവിടെ എല്ലാ ടാക്സിക്കാരെ കൊണ്ട് ഇവിടെ ശല്യം തന്നെയല്ലോ. ഒന്ന് ചോദിച്ചാൽ അപ്പോഴേ മാറി വരുവാണല്ലോ. അല്ല നോ ഓട്ടോബസ് ബസ്. കാരണം ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ബസ് അവിടെ ബസ് ഇവിടെ എന്നൊക്കെ പറയും. ഒരാളെ നമ്പാൻ പറ്റത്തില്ല കേട്ടോ. വെറുതെ നമ്മളായിട്ട് കറക്കും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ വന്ന് ടാക്സി അങ്ങ് എടുക്കുമല്ലോ, മനസ്സിലായ? അങ്ങനെ വിചാരിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? നമുക്കിവിടെ വേറെ ഏതെങ്കിലും ഇവിടെ അല്ലാത്ത ഒരു ഏരിയ ഒന്ന് മാറിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ മൊത്തം ടാക്സിക്കാരാ.
കണ്ട കേസ് ഈ വഴി തന്നെ ആയിരുന്നു. ആദ്യം ചോദിച്ചാൽ അവൻ പറഞ്ഞ കണ്ടല്ലോ അങ്ങോട്ടാണെന്ന് ബെക്കോബാദ്. കാരണം നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ലഗേജുമായിട്ട് ചുറ്റി തിരിഞ്ഞ് ലാസ്റ്റ് അവന്മാരുടെ അടുത്ത് തന്നെ വരാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. സംഭവം ഈ വഴി തന്നെയാണ് ബെക്കോബാദ് ഔത്തോബസ്. ഔത്തോബസ് എന്ന് വെച്ചാൽ സോറി ഞാൻ ഉസ്ബക്കി സംസാരിക്കുന്നത്. ഔത്തോബസ് എന്ന് വെച്ചാൽ ബസ് സ്റ്റേഷൻ. ഒരുപാട് വണ്ടികളുണ്ട് ഇതേപോലെ ടാക്സി വണ്ടികൾ ഒതുക്കിയിട്ടിട്ട് ഇവിടുന്ന് മെയിൻ പോകേണ്ട സ്ഥലങ്ങളിലേക്ക് ആൾക്കാരെ ഇങ്ങനെ വിളിച്ച് കയറ്റുവാണ് കേട്ടോ. ഇന്ന സ്ഥലത്ത് ഒരേ സ്ഥലത്ത് 3-4 പേരെ കിട്ടുവാണെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകാമല്ലോ ഒരു എമൗണ്ട് പറഞ്ഞിട്ട്. ആ സെറ്റപ്പ് നമ്മൾ കീവ എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടവർക്ക് അറിയാം. നമ്മളതുപോലെ കയറിയിട്ടുണ്ടായിരുന്നു. മറ്റേ ദുബായിൽ ഇതിന് കള്ള ടാക്സി എന്നൊക്കെ പറയത്തില്ല. ആ സെറ്റപ്പാണ്. പക്ഷേ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ദുബായിലാണെങ്കിൽ എൻ്റെ പൊന്നോ കള്ള ടാക്സി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞാൽ പിടിക്കാൻ CID-കൾ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ പിടിക്കാൻ CID-കൾ. ആനോ ഇവിടെ ഒരു ടീമുകളും ഇല്ല. ഇവന്മാരൊക്കെ അത് അടിപൊളിയായിട്ട് നിന്ന് ആളെ എടുക്കുന്നത്. ഒരു പ്രശ്നമില്ല. പോലീസിനൊന്നും ഇതുവരെ അങ്ങനെ ഇവർ പേടിച്ചിരിക്കുന്നൊന്നും കണ്ടിട്ടില്ല. റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്ന് വരെ ആൾക്കാർ ഉറക്ക ഒച്ചത്തിൽ വിളിച്ച് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ ടാക്സിയിലൊക്കെ. ഒരു പ്രശ്നമില്ലെന്ന് തോന്നുന്നു. വലിയ കുഴപ്പമില്ല. അപ്പോൾ അവർക്കും ജീവിക്കാമല്ലോ. രസമല്ലേ. ഇവിടെ അങ്ങനെ ഗവൺമെൻറ് അത്ര സ്ട്രിക്റ്റ് അല്ല. പക്ഷെ ദുബായിയൊക്കെ ഭയങ്കര സീനാണ് കേട്ടോ. Бекобод автобус. Какой? Хотите? Бекобод. Бекобод автобус нету. Автобус Хотите, да. Хотите? Вот, Хотите автобус. Хотите Да. автобус, Или окей. автобус Хотите. На Хотите Бековать все автобус, посадите его. Бековать что делать будете? Бекобод автобус. Вот сейчас на Хотите езжай. കുട്ടീശി ഓക്കെ. അടുത്ത ബസ്സിൽ പോകും. ഒന്നും മനസ്സിലാവുന്നില്ല ഇവർ പറയുന്ന. എന്താ പറയാനാന്ന് പറ. പുള്ളിയുടെ പല്ലൊക്കെ കേസ് എന്തൊക്കെയല്ലേ. സ്വർണ്ണപ്പല്ല് അടിപൊളി. നല്ല സ്വർണ്ണപ്പല്ല്. ഓക്കെ. എന്താണെന്ന് റബ്ബേ ഒരു പിടുത്തമില്ല റബ്ബേ. Бекобад. Man o'zi Bekovatdaman. Shu uchun sizga tushuntiryapman. Siz hozir Хотитega borasiz. Fuchi. Fuchi. Okay. 20 ming. Avtobus Bekovat. Shu yerda avtobus yo'q, taksi bor. Taksi bor, okey. Lekin. Fuchi. Qarang, eshit. Hozir tanish keladi Bekovatdan. 1 minute. Translate. 1 minute. Qarang. Kimga aytish kerakmi? Qarang, Хотитega borib, Хотитeda avtobus 20 mingdan Bekovatga jo'natadi. Lekin taksi ham hozir bo'sh, arzon olib borish mumkin shu yerda. Hozir tanish keladi. Mana 5 minutda tanish kelyapti, sizga olib ketadi. Okey. Arzon gaplashamiz, xo'p? ഇനി നമുക്ക് നോക്കാം എന്താ സംഭവം. Look, what should I tell? This bus will take you to Bego for 20,000, but you can also get a taxi for cheap. Here an acquaintance will come. He will meet you in 5 minutes. An acquaintance will come. А Bekovatda zavod, да? Zavod? Yedish. Yo'q. മനസ്സിലാവുന്നില്ല എന്താന്ന്. Hatta hozir tanish keladi Bekovatda. Arzon olib boradi sizni. Tanish kelyapti ko'chda. Bekobad ida avtobus. Avtobus здесь нету. Fuchichi. Да, Fuchichiയിലെ ബസ് സ്റ്റോപ്പ് ഉള്ളൂ എന്നാണ് പറയുന്നത്. എവിടെയാണോ Fuchichi? Здесь такси только. ഓക്കെ. എവിടെ Taksi. ടാക്സി Fuchichi. Хотитega boraman. Fuchichi? ഓക്കെ. ഈ ദീദി Fuchichiയിലോട്ടാ പോണ കേട്ടോ. അപ്പോൾ Fuchichiയിലേക്ക് വിടാം അല്ലേ? കൊള്ളാം. Автобус Fuchichi 128. ഓക്കെ. Fuchichiയിലേക്ക് ബസ് കിട്ടി ഗൈസ്. അപ്പോൾ ഇനി Fuchichi എല്ലാം ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത്. ചിലർ പറഞ്ഞ് ഇവിടുന്ന് ബസ് കിട്ടും. അപ്പോൾ Fuchichi 4 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് Fuchichiയിലോട്ട് പോവാം. ഓക്കെ. സിറ്റി എന്നല്ലോ ആണ് അത് Fuchichi എന്നാണ്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഫുഡ് സിറ്റി എന്നോ അങ്ങനെ എന്തോ കണ്ടാണ് കേട്ടോ. അതിനാണ് Fuchichi എന്ന് അവർ പറയുന്നത്. നമ്മൾ മനസ്സിലായില്ല. നമുക്ക് എന്തായാലും ഇപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നോക്കാം. പിന്നെ ഈ ബസ്സിൽ ഇവിടുത്തെ എല്ലാ ട്രാൻസ്പോർട്ടേഷനിലും തഷ്കന്തിൽ കാർഡ് എടുക്കും കേട്ടോ. വിസ കാർഡ്, മാസ്റ്റർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ് വെച്ച് തന്നെ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ. അത് മെട്രോയിലും ഉണ്ട്, ഈ ബസ്സിലും ഉണ്ട് കാർഡ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഈ ഇടയ്ക്കാണ് മെട്രോയിൽ ഇപ്പോൾ കാർഡ് പേയ്മെൻറ്റ് ചെയ്തത്. അല്ലാതെ ഇപ്പോൾ പൈസ കൊടുത്ത് തന്നെ ടിക്കറ്റ് എടുത്താൽ പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇനി എന്താണ് കാഴ്ചകൾ, അങ്ങ് എത്തുന്നവരെ എന്തൊക്കെയാവും എന്താണെന്ന് നോക്കാം. ദിസ് ബസ് ഓക്കെ. ദിസ് ബസ് Bekobod.
ഓക്കെ ദീസ് ടു ഗൈസ്. അങ്ങനെ നമ്മളിത് ബിക്കോബോധി പോകുന്ന ബസ്സിലെത്തി. ഈ അമ്മച്ചി വന്നു. താങ്ക്സ് റഹ്മത്ത് താങ്ക് യു സോ മച്ച്. പാവട്ടെ ആ രീതിയാണ് നമ്മളത്. ഇപ്പോൾ ഇവിടുന്ന് ബസ് നമ്മൾ ഇറങ്ങി ഇവിടെ വന്നിട്ട് ഫുജി സിറ്റി എന്തോ അങ്ങനത്തെ പേര് ഈ ഒരു ബസ് സ്റ്റേഷൻ്റെ. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് അവർ ടാക്സിക്കാരെ അടുത്ത് വന്നപ്പോൾ നിങ്ങൾ ടാക്സി എടുത്തൊന്നും പോകണ്ട, വാ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് കാണിച്ചു തന്നേണ്ട 2 ബസ് ഇവിടെ കിടപ്പുണ്ട്. ഈ ടാക്സിക്കാരൻ്റെ പുറകെ വരിക. നോ ടാക്സി ആണെങ്കിൽ ഞാൻ അവിടുന്ന് പോകത്തില്ല മാഷേ, എൻ്റെ പൊന്നു മാഷേ. നോ മാഷേ, നോ ടാക്സി ഞാനും. ഗൈസ് എനിക്കൊന്ന് അത്യാവശ്യമായിട്ടൊന്ന് വാഷ്റൂമിൽ പോകണം, അർജൻറ്റാണ്. ഞാൻ അതിനുള്ളൊരു വകുപ്പുണ്ടോ നോക്കിയിട്ട് ഇതാ വരുന്നത്. നമുക്കിത് ഈ 2 ബസ്സാട്ടോ, അത് ഫസ്റ്റ് കിടക്കുന്ന ബസ്സാണ് കേട്ടോ. ഈ ബസ്സാണ് പോകുന്നത്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഈ ബസ് തന്നെ ആയിരിക്കും പോകുന്നത്. ഒയ്ബേക്ക് ബസ്. ഓക്കെ കമ്മിങ് ദിസ് വാഷ്റൂം ഹിയർ. വാഷ്റൂം 10 minutes. Okay, washroom there. Okay, coming. Okay ഗൈസ്, ഇത് ഒയ്ബേക്ക് പോകണം. എനിക്ക് തോന്നുന്നു ഈ വണ്ടി ചിലപ്പോൾ തജിക്കിസ്ഥാനിലോട്ട് കയറുന്ന വണ്ടികളായിരിക്കാം കേട്ടോ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷേ എൻ്റെ പെർമിറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഗൈസ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അങ്ങ് തജിക്കിസ്ഥാനിൽ കയറിയേനെ. ഇവിടെ 2 ദിവസം വെറുതെ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോൾ 1-2 കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു. പക്ഷേ ഹോസ്റ്റലിൻ്റെ കാര്യം പ്രശ്നമാണ് ഗൈസ്. എന്താ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അവിടെ ഹോസ്റ്റലൊന്നും ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ട് ഒരു ഹോസ്റ്റലും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതെ, ഇതൊരു എന്താ പറയുക, ഒരു ബസ് സ്റ്റേഷൻ്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലത്തെ സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തായാലും വാഷ്റൂം ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവണമല്ലോ. അപ്പോൾ നമ്മൾ കയറിയിട്ട് നമുക്ക് വാഷ്റൂമിൽ നിന്ന് പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ. മുള്ളിക്കൊള്ളാൻ വയ്യ, കാരണം ബസ്സിൽ കയറിയ 2 മണിക്കൂർ അട്ടർ പോസ്റ്റാണ് ഗൈസ്. ഇവിടെ വന്നപ്പോൾ 2000 രൂപ കൊടുക്കണം കേട്ടോ മൂത്രമൊഴിക്കാൻ. അങ്ങനെ 2000 രൂപ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ്. അതെ, ഞാൻ 3-മതാണ്. അതെ, ഇവിടെ ഒരാൾ വെയിറ്റിംഗ് ആണ്. ബാത്റൂമിൽ പോകാനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. 10 മിനിറ്റിനകത്ത് ആ ബസ് എടുക്കും. അതിനകത്ത് ചെല്ലാൻ പറ്റും നമുക്ക് ആ ബസ്സിൽ പോകാം, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള ബസ്സിൽ പോകാം. എന്തായാലും ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് ഇതായിരുന്നു. ഇന്ത്യ. നമസ്തേ. നമസ്തേ. ബാഗ് കൂടെ വെക്കാം കേട്ടോ. വെള്ളം എന്തായാലും എടുത്ത് കൈ വയ്ക്കാം. ഓക്കെ, 1 മിനിറ്റ്. എൻ്റെ പൊന്നെ, ബാഗിൻ്റെയൊക്കെ വിറ്റ് ബാഗ് പണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബാഗ് ഓൾറെഡി പണി കിട്ടിയിട്ടുണ്ട്. കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗിൻ്റെ ഒരു വള്ളി പൊട്ടി. അല്ല, ഫുള്ളാണല്ലോ അത്യാവശ്യം. ഫുള്ള് അത്യാവശ്യം ആളാണ് കേട്ടോ. പുറത്തു നിന്നപ്പോൾ ആരെയും കണ്ടില്ല. അത് വരുമ്പോൾ നല്ല ആള്. അമ്മച്ചിയൊക്കെ ഇരിക്കുന്നില്ല. ഹായ്. ഗുഡ്. Good means Rahmat. Pakistanski. India. Hindustan. Yes. Pakistan. No, Hindustan now. Pakistan where? Hindustan where? Pakistan, Hindustan. Pakistan. Guys, അപ്പോൾ ബാക്കിൽ വെള്ളം എടുത്തു, പിന്നെ എൻ്റെ ലാപ്ടോപ്പ് ബാഗും എടുത്തു കേട്ടോ. അയ്യോ, എന്തായാലും ആശ്വാസം. ബാഗാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വെയിറ്റും, വണ്ടിക്കകത്താണെങ്കിൽ ഫുള്ള് ആളും. എന്തായാലും വൈബായിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ. ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ, യെസ്. ആമിർ ഖാൻ. You know? Juhi Chawla. Who? Madhuri Dixit. ഓക്കെ. എനിക്കറിയാത്ത നോർത്ത് ഇന്ത്യൻ ബോളിവുഡ് ആൾക്കാരെ ഇവർക്കൊക്കെ അറിയാം കേട്ടോ. Salman Khan Mukhlis. സൽമാൻ ഖാൻ. ഓക്കെ. സൽമാൻ ഖാന്റെ ഫാനാണെന്ന് കേട്ടോ പറഞ്ഞത്. അമ്മച്ചി ഒരു ഇതുണ്ട് കേട്ടോ. പാവമാണ് കേട്ടോ. എല്ലാവരും നല്ല സഹകരണമാണ് എല്ലാവരും. ഇത് അത്യാവശ്യം ഓക്കെയാണ് കേട്ടോ. നല്ലത്, അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉള്ള ഒരു ബസ്സാണ്. പിന്നെ അത് ഇങ്ങനെ ചാരി കിടക്കാം കേട്ടോ. കിടക്കാനൊക്കെ പറ്റിയൊരു സെറ്റ് ബസ്സാണ്. കൊള്ളാം. ഗുഡ്, നല്ല ബസ്. അതെ, നമ്മൾ കിടക്കുവാണ് ഇങ്ങനെ ശരി. ഹായ് ബ്രോ, ഹായ്. ബാക്കി പെപ്സി കുടിക്കുന്ന ബ്രോ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് ഉറങ്ങാൻ പോകട്ടെ. ഞാൻ നല്ല ടയർഡാണ്. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇവിടെ കരഞ്ഞ് പോയി. എന്തോ സ്ഥലത്തിൻ്റെ പേര് ബൊക്കോബാദ് എന്ന് പറഞ്ഞിട്ട് അലറി വിളിച്ച് നടക്കുമായിരുന്നു ഈ എപ്പിസോഡിൽ മൊത്തം. നിങ്ങൾ കണ്ടില്ലേ. ഇതിപ്പം നേരെ നമ്മൾ ഒയ്ബേക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഒയ്ബേക്ക് ആ ഒരു സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് കാണാം കേട്ടോ. സോ
എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോ അങ്ങനെ എന്തോ എടുക്കും. ഇവിടെ കുറച്ച് ദൂരമുണ്ട്, 1-2 മണിക്കൂറുണ്ട് എത്തിയിട്ട് എടുക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്നിട്ടെല്ലാം പറഞ്ഞുതരാം. ഗൈസ്, നമ്മളെ ഏറ്റവും അടുത്തൊരു ചെറ്റ കൂട്ടുകാരനാണ് വിളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ കോള്. അപ്പോൾ ഞാൻ ഇവനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തേട്ടാ. ഇത് കണ്ടോ, ഈ ബാക്കിയിരിക്കുന്നവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തേട്ടാ. അസീസ, യു അസീസ, യു അസീസ. ഓക്കെ, മീ സജാദ്. അവർ പേര് ചോദിക്കാം കേട്ടോ, പേര് സജാദ്. യു തജിക്, ഉസ്ബെക്, ഓൾ ഉസ്ബെക് ആണ് കേട്ടോ കേസ് എല്ലാം. അപ്പോൾ ഞാൻ ഇവനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഓൾ ഉസ്ബെക്. ഓക്കെ, ഇതെല്ലാം ഉസ്ബെക്കാരാണ് കേട്ടോ. അപ്പോൾ തജിക്കിസ്ഥാൻ അല്ല കേട്ടോ കേസ്, തജിക്കിസ്ഥാൻ അല്ല കേട്ടോ. നിന്നെ എന്തായാലും ഞാൻ കയറ്റും പോരെ. അവനെ കേട്ടിട്ടുണ്ട്. എൻ്റെ എയർപോർട്ട് വെച്ചേക്കാണ് ഗൈസ് കേട്ടോ, അതാണ് നിങ്ങൾ കേൾക്കാൻ പറ്റാത്തതുകൊണ്ട്. ഗൈസ്, നമ്മളിതാ ഉയ്ബക്കിൽ എത്തിയേക്കാണ്. ഇതേ കണ്ടില്ല, എൻ്റെ ഒരു ബാഗിൻ്റെ ഒരു വള്ളിയൊക്കെ പൊട്ടിപ്പോയി ഗൈസ്, ഒന്നും പറയാണ്ട്. ഇപ്പോൾ ഒറ്റ കയ്യിലാണ് ഞാൻ ബാഗ് തൂക്കിയേക്കുന്നത്. എൻ്റെ പൊന്നോ, ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് അവന്മാർ 14,000 രൂപ ചോദിക്കുന്നു കേട്ടോ. ഇറങ്ങി ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ ഇറങ്ങാൻ, ബാക്കി ആരും ഇല്ലായിരുന്നു. 14,000 രൂപ ചോദിച്ചു. ഞാൻ പറഞ്ഞു 14,000 തരത്തില്ല, പീപ്പിൾസ് അവരൊക്കെ പറഞ്ഞ് ഇത് കുറച്ച് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവർ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 10,000 കൊടുത്തു ലാസ്റ്റ്. 5,500 രൂപ ഉള്ളൂ കേട്ടോ സാധാരണ. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ട്. ഉടായിപ്പോൾ ഇത് പ്രൈവറ്റ് ബസ്സാണല്ലോ, ഇത് ഗവൺമെൻറ്റിൻ്റെ അല്ല, പ്രൈവറ്റ് ബസ്സാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇവിടെ ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങിയപ്പോഴാണ് പൈസ വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒയ്ബക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതാണ്. ഇതേ കണ്ടില്ലേ, ആളും അനക്കമൊന്നും ഇല്ല, ഒരു ചെറിയൊരു ടൗണാണ്. ഇതേ കണ്ടില്ലേ, പക്ഷേ കൊള്ളാം. അതേ ഫുള്ള് പാടവും. ഇതിപ്പോൾ വൈകുന്നേര സമയമാണ്, ഒരു 6 മണി അടുപ്പിച്ചായിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അടുത്താണ് ബോർഡർ വരുന്നത് കേട്ടോ, തജിക്കിസ്ഥാൻ്റെ. അപ്പോൾ എനിക്കെന്തായാലും ഇപ്പോൾ ഇന്ന് ബോർഡർ കയറാൻ പറ്റില്ല. ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കേസ്, ഇവിടെ എവിടെയാണ്. അവിടെ ഒരു ഹോട്ടൽ കണ്ടു. അപ്പോൾ ആ വണ്ടിക്കകത്തുണ്ടായിരുന്ന കുറച്ച് പേര് പറഞ്ഞത് ഇവിടെ ഒരു ഹോട്ടൽ കാണിച്ചു തന്നു. ഞാൻ ഹോട്ടലിലോട്ടാണ് പോകുന്നത്. നമുക്ക് അവിടെ നോക്കാം. ഇവിടേക്ക് എത്ര രൂപയാവും അറിയില്ല. ഹോസ്റ്റലില്ല കേട്ടോ, ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ല, ഹോട്ടൽ ഫെസിലിറ്റി മാത്രമേ കാണിക്കുന്നുള്ളൂ. എൻ്റെ പൊന്നോ, നല്ല വെയിറ്റാണ് ബാഗ്, ഒരു രക്ഷയില്ല. കാരണം ഒറ്റ കയ്യിലല്ല ഇത്രയും വെയിറ്റ് തൂക്കിയേക്കുന്ന കേട്ടോ. ബാഗ് പൊട്ടി. ഇനിയിപ്പോൾ ബാഗൊക്കെ വാങ്ങിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്താ ചെയ്യുമെന്ന് അറിയാൻ വയ്യില്ല. ഗൈസ്, ഇത് കണ്ടോ, നമ്മൾ തഷ്കന്ത് പോലൊരു വലിയ സിറ്റിയിൽ നിന്ന് എത്തിയേക്കുന്നത് ഇവിടെ ആണ്. ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്, ബെക്കോബു ഹോട്ടൽ എന്ന് കേട്ടോ, ബെക്കോബോധ് ഹോട്ടൽ. പക്ഷെ എന്താണ് എന്നറിയില്ല, നമുക്ക് നോക്കാം. ഹായ്. What is money? Money. No. I have money. Tajikistan money. Oh, Tajikistan money. Okay. Yes. Not today. This is Uzbekistan border. Exit. Where is Tajikistan? There? There is Tajikistan. Okay. നോക്കട്ടെ, തജിക്കിസ്ഥാൻ എൻട്രൻസ്. ഇവിടെ മറ്റേ ഇതാണ് കേട്ടോ, നമ്മുടെ ബ്ലാക്ക് മണി മാർക്കറ്റ്. ഇന്ത്യ. There, that is Tajikistan. Okay. Good. No money. Thank you so much. Rahmat. ഗൈസ്, ഇവിടെ വന്നപ്പോൾ തന്നെ പൈസയായിട്ട് ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ, തജിക്കിസ്ഥാൻ ബോർഡറിൽ കയറാനായിട്ട്. ദേ ആ കാണുന്നുണ്ടോ, ആ കാണുന്ന ഗേറ്റാണ് തജിക്കിസ്ഥാൻ ബോർഡർ കേട്ടോ. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ സംഭവം. ഇവിടെ എല്ലാം അപ്പോൾ ഈ നിൽക്കുന്ന മൊത്തം പൈസയായിട്ട് നിൽക്കുന്ന ആൾക്കാരാണേ. അപ്പോൾ നമുക്ക് ഇന്ന് കയറാൻ പറ്റൂല. നമുക്ക് വേണമെങ്കിൽ ഒരു ശ്രമം നടത്തി നോക്കാം കയറാൻ പറ്റുമെന്ന്. പറ്റുമെങ്കിൽ ഞാൻ കയറായിരുന്നു. No money. No. Dollar samani. No. വേണ്ട, എനിക്ക് പൈസ വേണ്ട. Dollar. I have money. Okay. $1. Okay. No. ഫുള്ള് ഇവിടെ പൈസ ബോർഡറിൻ്റെ അടുത്തെത്തുമ്പോൾ ഫുള്ള് ബ്ലാക്ക് മണി ആയിട്ട് ആൾക്കാരാണ് കേട്ടോ. ബ്ലാക്ക് മണി എന്ന് വെച്ചാൽ വേറെ ബ്ലാക്ക് അല്ല കേട്ടോ, മണി മാർക്കറ്റാണ്. ഇത് സോമ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ടൂറിസ്റ്റുകളിൽ നിന്ന് ഡോളർ മാറി കൊടുക്കുന്ന പരിപാടി കേട്ടോ. അങ്ങനെ സംഭവം. അപ്പോൾ നമ്മളിതാ ഇവിടെയാണ് നിൽക്കുന്നത്. നമുക്കൊരു ഹോട്ടലിൽ കയറി തൽക്കാലം നോക്കണോ അതോ തജിക്കിസ്ഥാനിലോട്ട് കയറണോ എന്നുള്ള ആലോചനയിലാണ് ഞാനിപ്പോൾ. എന്താണെങ്കിലും ഞാൻ നോക്കിയിട്ട് കേട്ടോ, ഇന്ന് നൈസിന് കയറാൻ പറ്റുമെങ്കിൽ അങ്ങ് തജിക്കിസ്ഥാനിലോട്ട് കയറാം. ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗൈസ്, തജിക്കിസ്ഥാൻ ബോർഡറിലെത്തി. ഗൈസ്, തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ബോർഡറാണ്. ഇത് ആ കാണുന്നത് ഒരു ഗേറ്റ് കണ്ടില്ലേ, ആ കാണുന്നത് തജിക്കിസ്ഥാൻ ബോർഡറാണ്. ഇതേ ഈ കാണുന്നത് ഉസ്ബെക്കിസ്ഥാൻ എക്സിറ്റ് ആണ് കേട്ടോ. യെസ്, മെസ്സി എന്ന് പറഞ്ഞ
ഇനി ഇത് തന്നെ എനിക്ക് താങ്ങാൻ വേണം. അതിന്റെ ഇടയിൽ ഈ വലിയ പാത്രം കൂടി പാത്രമാണ് കേട്ടോ. അപ്പൊ ഇത് തന്നെ താങ്ങാൻ വയ്യ. ഈ പാത്രം ഞാൻ എടുത്ത് എവിടെ വെക്കാനാ ഇന്ത്യ 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 തജിക്കിസ്ഥാൻ ബോർഡർ തജിക്കിസ്ഥാൻ ബോർഡർ. ഓക്കെ. ഓ പട്ടി 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 എന്റെ പൊന്നെ പട്ടി 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 സീനാണ് കേട്ടോ. Tajikistan, a place? Which place? ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് തിരക്കിയിട്ട് വരാം. ഞാൻ ഇവിടെ ബോർഡറിൽ ക്യാമറ എടുക്കാൻ പറ്റില്ല. കയറാൻ പറ്റുമെന്നുണ്ട്. കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് കയറാം. ഇല്ല എങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തങ്ങാനുള്ള പരിപാടി നോക്കാം. അത് ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ബോർഡർ ആയതുകൊണ്ട് തന്നെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചൊന്നും കാണത്തില്ലായിരിക്കുന്നു, പക്ഷേ ഇവിടെ കടകളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് തജിക്കിസ്ഥാൻ ബോർഡറിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ വീഡിയോ കണ്ടവർക്കറിയാം, 17-ാം തീയതിയാണ് എൻ്റെ എൻട്രി ഡേറ്റ് വരുന്നത്. അപ്പം ഞാനങ്ങ് ഇറങ്ങിയതാണ് ഈ ബോർഡറിൽ എവിടെയെങ്കിലും താമസിക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഹോട്ടൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഒരു ഹോട്ടലും ഇല്ല, ഒരു ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ ഉള്ളത് തജിക്കിസ്ഥാൻ ബോർഡറാണ്. അത് അവിടെ തജിക്കിസ്ഥാനാണ്. ഞാൻ എക്സിറ്റ് ആയി ഇവിടുന്ന്. ഉസ്ബെക്കിസ്ഥാനിക്ക് എക്സിറ്റ് അടിച്ച് തന്നു. ഞാൻ തജിക്കിസ്ഥാനിൽ എൻ്റർ ചെയ്യാൻ നേരത്താണ് അവർ പറഞ്ഞത് പറ്റൂല, കയറാൻ പറ്റൂല. ഇതേപോലെ ഡേറ്റ് 17-ാം തീയതിയാണ്, ഇന്ന് 14-ാം തീയതി ആയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. സോ ഞാൻ തിരിച്ചു വന്നു. അവിടെയാണ് എൻ്റെ ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തിരിച്ച് ഉസ്ബെക്കിസ്ഥാനിലോട്ടും വിസ ഇല്ലാതെ കയറാൻ പറ്റൂല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, എൻ്റെ രണ്ടിൻ്റെ നടുവ് ഭാഗത്തായിട്ട് ആ പാർക്കിംഗ് ഒരു സംഭവം ഉണ്ട്, അവിടെ ഇരിക്കേണ്ടി വന്നേനെ. പക്ഷേ ഭാഗ്യത്തിന് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു UAE റെസിഡൻ്റ് ആണ്, ദുബായ് റെസിഡൻ്റ് ആയതുകൊണ്ട് ഉസ്ബെക്കിസ്ഥാനിലോട്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റർ ചെയ്യാം, ഫ്രീ ആയിട്ട്, വിസയുടെ ആവശ്യമില്ല. സോ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ. ഇനി 3 ദിവസം ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാണ്. അവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഇവന്മാർ ഭയങ്കര പൈസ, ടാക്സിക്ക് വലിയ പൈസ ചോദിക്കുന്നു. അതേപോലെ ഇവന്മാർ ഈ പറയുന്ന ഹോട്ടലിന് ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര പൈസ ചോദിക്കും. സോ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രഷപ്പ് ആവാനായിട്ട് 2000 രൂപ കൊടുത്താൽ മതി. ഇവിടുത്തെ 2000 രൂപ. പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നത് ഇവിടെയൊക്കെ കടകളുണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ബ്രെഡ് കഴിക്കാം, എടുക്കാം, കുഴപ്പമില്ല. നമ്മുടെ ട്രാവലിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് നമ്മളൊരു പെടൽ വിടുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. എന്താ പറയുക, ഇതൊക്കെ ഇതിൻ്റെ സ്വാഭാവികമാണ്. ഞാനിതൊക്കെ എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി 3 ദിവസം ഇവിടെ തന്നെയായിരിക്കും എൻ്റെ താമസമൊക്കെ. കണ്ടില്ലേ, ഈ വഴിയോരത്ത് ഈ തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ബോർഡറിലാണ് അടുത്ത 3 ദിവസം ഞാൻ താമസിക്കാൻ പോകുന്ന ഗൈസ്. സോ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ നോക്കട്ടെ. എന്താണെങ്കിലും അടുത്ത എപ്പിസോഡിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളെ കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡ് നിങ്ങളെല്ലാവരും മറക്കാതെ കാണുക. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്തൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ നിർത്തുവാണ്. അടുത്ത എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് നോക്കട്ടെ. ബൈ.